അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കൊഞ്ചിനെ കണ്ടിട്ടുണ്ടോ? കൊഞ്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. നമ്മൾ ലൈവായിട്ട് നമ്മൾ ഈ കായലിൽ നിന്ന് വീശിയെടുക്കുന്ന കൊഞ്ചും ചെമ്മീനും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് വീശാനായിട്ട് ഇറങ്ങിയാണ്. നമ്മൾ ചെമ്മീൻ വീശാനായിട്ട് അതിനുള്ള തീറ്റയും കാര്യങ്ങളും വലയൊക്കെ ആയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വീശുന്നതിൻ്റെയും ചെമ്മീൻ പിടിക്കുന്നതിൻ്റെയും കാഴ്ചകളൊക്കെ കാണാം. അപ്പം നല്ല അടിപൊളി കൊഞ്ചിനെ പിടിക്കുന്ന വീഡിയോയും ചെമ്മീൻ വീശെടുക്കുന്ന വീഡിയോയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കനത്ത മീൻപിടുത്തത്തിലാണ് കേട്ടോ. അത് നമ്മൾ ചൂണ്ടയും അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ വേമ്പനാട്ട് കായലാണ് ഉള്ളത് കേട്ടോ. ചൂണ്ടയിടാനായിട്ട് വന്നാണേ. ഇത് കണ്ടോ, ഇന്ന് നമ്മൾ നേരത്തെ വന്നു. ഇന്നലെ നമ്മൾ രാത്രി രാത്രി നമ്മൾ 10 മണിയായപ്പോഴാണ് ഇവിടുന്ന് പോയത്. അത്യാവശ്യം കുറച്ച് ചെമ്മീനൊക്കെ വീശിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ചെമ്മീന് തീറ്റയൊന്നും ഇട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീന് തീറ്റയൊക്കെ ഇട്ട് വീശാനായിട്ട് തീറ്റയൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങ് ദൂരം ഉണ്ടോ, ഹൗസ് ബോട്ട് വരുന്നുണ്ടോ? ഇവിടെ എല്ലാം മീൻപിടുത്തക്കാരും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കായലാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് പാതിരാമണ്ഡലം എന്ന് പറയുന്നത്. ഒരു ഐലൻഡാണ്. അപ്പം നമുക്കിപ്പം ഇന്ന് കായലിലെറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കായലിൽ നമുക്ക് വേറെ എറിയണം. സ്പീഡ് ബോട്ട് വരുന്നുണ്ട്. ഇത് കായലിൻ്റെ ഇപ്പുറത്തായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊന്ന് എറിഞ്ഞ് നോക്കാം. ഇതുകൊണ്ട് അങ്ങ് ദൂരെ സ്പീഡ് ബോട്ട് കൊണ്ടുണ്ടോ, നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇരുട്ടാറായിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ വാട്ടർ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. സ്പോർട്സ് ആക്ടിവിറ്റിയും പരിപാടിയൊക്കെയാണ്. 500 രൂപ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് ഫുള്ള് കറക്കിക്കൊണ്ടുവരും. നമുക്ക് അവിടെ വീശാനുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തീറ്റയൊക്കെ ഇട്ട് വീശാം. ഇപ്പോൾ അതുവരെ നമുക്ക് 2 ചൂണ്ട എറിഞ്ഞ് നോക്കാം. ഒരു വല പോലും വീശിയില്ലല്ലോ. അത്രയല്ലേ പോയുള്ളൂ. നമ്മളൊരു അരമണിക്കൂർ മേളിൽ ഇവിടെ നമ്മൾ ട്രൈ ചെയ്തു. അപ്പം രക്ഷയൊന്നുമില്ല കേട്ടോ. ഏറെക്കുറെ ഇരുട്ടാറായിട്ടുണ്ട്. നമ്മൾ വീശിനടുത്തോട്ട് പോയി നോക്കാം. ചെമ്മീൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം. കായലിൽ ഏതായാലും ചൂണ്ട എറിഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്നത് കായലിലെറിയാൻ പറ്റിയതല്ല. നമുക്ക് കായലിലെറിയണമെന്നുണ്ടെങ്കിൽ ചെമ്മീൻ കൊളുത്തിയിട്ട് വേണം എറിയാനായിട്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ള ലൂറ് മാറ്റണം. നമുക്ക് നേരെ ഒരു വീശിനടുത്തോട്ട് പോയി നോക്കാം. പിന്നെ അയ്യോ, ഞാനോർത്ത് മിസ്സായിരുന്നു. ബക്കറ്റ് മാറ്റി നീ കൊടേടാ. അതിനകത്തൊന്ന് ചാടുന്നു. അടിപൊളി. കണ്ട ഇൻട്രസ്റ്റിംഗ്. ഇത്ര നേരം തീറ്റ ഇത്ര നേരം നെഗറ്റീവ് അടിച്ചെന്ന് ടീമുകളാണ്. അടിപൊളി. ഒരു 250 ഗ്രാം ഇല്ല, 250 ഒന്നുമില്ല. പൊടി അത്ര ഒന്നുമില്ല. കാല് പറഞ്ഞു എവിടെ? 50 ഗ്രാം ഉണ്ട്. ഫുൾ 50 ഗ്രാം ഉണ്ട്. അടിപൊളി. അനുവേ പിണ്ണാക്ക് വിളിച്ചിട്ടുണ്ട്. അയ്യോ, അതാണ് പച്ച പറക്കട്ടെ. അവനെ എടുത്തിട്ട് വേറെ ആരും ഇത് കാണിയല്ലേ. അടിപൊളി. ഞാനവിടെ വിഷയമുണ്ടോ? അതിന് വള്ളി വെച്ചിട്ട് അതാണ് വള്ളിക്കെട്ട്. അടതിലിരുന്ന് ഊരോട്ടാടാ കളയണത്. കണ്ണി ഞാൻ പറഞ്ഞൊരു തലക്കിടക്കം കൊടുക്കും. ഞങ്ങൾ പോയിട്ട് വന്ന സമയം കൊണ്ട് എന്ത് പ്രോഗ്രസ് ഉണ്ടായി? കൊഞ്ചി താമരക്കല കൊഞ്ചല്ലേ?
വലുതായി തന്നെ ഉള്ളു. ഇത് താമരക്കാനല്ലേടാ? നീല വരും സാധനത്തിന്. അത് ഞാൻ കേട്ടോ. ഈ സൈഡ് നോക്കിയില്ലായിരുന്നു കേട്ടോ. കൊള്ളാം കൊള്ളാം. കഷ്ടപ്പെട്ടതിന് ബെനിഫിറ്റ് ഉണ്ടായി. ചെമ്മീൻ തട്ടിക്കൊണ്ട് മീൻമാലേ ഒത്തിരി മേത്ത് പറ്റിക്കണ്ട. നിലാവുള്ളതുകൊണ്ട് കൊഞ്ചുണ്ടാവും. ഇതിനകത്ത് കൊഞ്ചുണ്ടാവും. ഞങ്ങൾ വന്നാൽ പിന്നെ കൊഞ്ച് കിട്ടിയിരിക്കും. ഞങ്ങൾ വന്നാൽ കൊഞ്ച് കിട്ടും. വല വലിച്ച് ആ കിട്ടി കിട്ടി കിട്ടി. ഓ കൊമ്പനാണ് കൊമ്പൻ. എന്തെങ്കിലും കണ്ണ് തിളങ്ങുന്നുണ്ടോ നോക്കി. ചെമ്മീനുണ്ട് മോനെ. പിന്നെ അല്ലാണ്ട് തിളങ്ങുന്ന കണ്ണുകളുണ്ടോ നോക്കിയാൽ മതി. നീ പിടിക്കണ്ടാവും, പിടിച്ചോളൂ. തിളങ്ങുന്ന കണ്ണുകൾ മതി നമുക്ക്. ഇതവിടെ കിടപ്പുണ്ടല്ലോ. ചെമ്മീൻ തീർന്നു. ചെമ്മീൻ വരില്ലേ? അയ്യമ്മീന വെട്ടം കാണിച്ചു കൊടുക്കാം. ചെമ്മീൻ കയറി വരട്ടെ. നിലാവിൻ്റെ വെട്ടത്തിൽ ചെമ്മീൻ കയറി വരുന്നേ. ഇവരൊന്നും ഈ ചീനാല കെട്ടുന്നില്ലെന്ന് ഞാൻ ആലോചിക്കണത്. മഴയില്ലെങ്കിലും അവര് പറഞ്ഞ വെള്ളം കഴിഞ്ഞാൽ പിന്നെ ആരും പറഞ്ഞോട്ടെ, ഇത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തോട്ടി വരും ചെമ്മീൻ. കിഴക്കൻ വെള്ളം കഴിഞ്ഞാൽ ചെറുക്കൻ പറഞ്ഞു. ആരാണ് പറഞ്ഞു കേട്ടില്ലേ? ആ കൊള്ളാം. രാത്രി ഏറെ നേരം നിന്ന് വീശുന്നത് ഒരു നല്ല രസമുള്ള കാര്യമാണ്. കാര്യം നമുക്ക് മീനൂടെ കിട്ടുന്നുണ്ടെങ്കിൽ രസമാണ്. പിന്നെ ചെമ്മീൻ എന്ന് പറയുന്ന സാധനം ഒരുപാട് രാത്രിയാക്കി കഴിഞ്ഞാൽ പിന്നെ കിട്ടാനായിട്ട് പാടാണ്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് ചീനവലകൾ, അതായത് കമ്പവലകൾ എന്ന് പറയും, അത്തരം വലകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവർക്കെല്ലാം കൂടുതലായിട്ട് ഈ ചെമ്മീനാണ് മെയിനായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അവരതിൽ തീറ്റിയിട്ട് വെക്കുമ്പോൾ പിന്നെ 4 മണി സമയത്തൊക്കെ വന്ന് അവർ പൊക്കിയെടുക്കും. അപ്പോൾ നിറയെ ചെമ്മീനുണ്ടാവും. അപ്പോൾ നല്ല കായൽ ഇഷ്ടംപോലെ ചെമ്മീനുണ്ട്. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. നമുക്കത് കറി വെച്ചെന്ന് എടുത്താലും ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുപോലുള്ള ഒഴിവ് സമയങ്ങളിലൊക്കെ നമുക്ക് ചെമ്മീനൊക്കെ വീശാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ത്രില്ലായിരിക്കും. ഒരെണ്ണത്തിനും പോലും വിടരുത്. അതൊക്കെ വലിയ കാര്യം തന്നെ. ഇതൊക്കെ രസല്ലേ, ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ്. അതുണ്ടോ? ഇത് കൊഞ്ചല്ലേ? കൊഞ്ചിന്റെ കുഞ്ഞാ. ഞാൻ ചോദിക്കട്ടെ, ഈ കൊഞ്ചും ചെമ്മീനും തമ്മിലുള്ള വ്യത്യാസം? കൊഞ്ചും ചെമ്മീനും ഒരുപാട് വ്യത്യാസമുണ്ട്. കൊഞ്ചിലൊരു കൊഞ്ചിനും ചെമ്മീനും ചെമ്മീനും എടുത്ത് വെച്ച് എന്നിട്ട് രണ്ടിന്റെ ഷേപ്പിന് എന്താ ഇത് ചെമ്മീനതേ. അല്ല ഇത് കണ്ട, ഇത് ചെമ്മീനാ. ഇത് കണ്ട, മറ്റേ കാല് കണ്ട. ഇത് ചെമ്മീൻ. കൊഞ്ചിന്റെ ടൈം ആയില്ലെന്ന് തോന്നുന്നു. അത് കൊഞ്ച്, ഇത് ചെമ്മീൻ ആണ് വ്യത്യാസം. ചെമ്മീൻ ചെറുത്. ചെമ്മീന് കാലില്ല, കൊഞ്ചിന് കാലുണ്ട്. ചെമ്മീനുണ്ടോ? ഉടക്കിയാ? എങ്ങനെ അവിടെ ഉടക്കി? ഇവിടെ കല്ല, ഇത് കല്ല് കരിഞ്ഞില്ല. ഇതാണ് കുഴപ്പം. പതുക്കിറങ്ങ്, പതുക്കിറങ്ങ്. വിട്ട് വിട്ട് വിട്ട്. ഓക്കെ. അത് ഇങ്ങോട്ട് വലിക്കുമ്പോഴേ കല്ല് അങ്ങോട്ട് പറഞ്ഞു കിടക്കല്ലേ, അതിന്റെ തുമ്പിൽ ഉറങ്ങണം. അപ്പൊ മീൻ പോയാ? മീൻ പോകുന്നില്ല. മീൻ ഒരു കാരണവശാലും പോകല്ല. ഇവിടെ വലമണി പറഞ്ഞ തിളക്കമ്മലുണ്ടോ നിനക്ക്? ചുമല ഒരുമിച്ച് കൂടും. പിന്നെ പോയിട്ട് ഈ തള്ളിലേക്കാ മീൻ വരുവുള്ളൂ. ചുമല തിളക്കം ഒന്നുമില്ല. ഉപ്പാണോ? വേറെ കഴിഞ്ഞില്ലടാ. പൊന്നെ പോയി ജീവിച്ചു. കനമുള്ള വസ്തു മുന്നേ പോകും. ഇത് മുന്നേ പോണ കണ്ടേ, ഇത് മുന്നേ പോണ കണ്ട.
ഇതിങ്ങനെ മുന്നേ പോകും. ഇത് മുമ്പേ പോകണം. അത് മുമ്പേ പോകും. അത് നമ്മൾ അറിയണ്ട, അത് തന്നെ പൊക്കോളും. അതൊക്കെ പൊക്കി കഴിയുമ്പോൾ ഇതങ്ങ് പോയി കഴിയുമ്പോൾ ഇവൻ പുറകെ ഈ ഇരിക്കുന്ന സാധനം വിട്ട് നേരെ പുറകെ പോകും. അവൻ പുറകെ പൊക്കോളും. ഇതാണ് നമ്മുടെ കൈ ഇരിക്കണത്. നിങ്ങൾ നോക്കണേ, കയ്യിലിരിക്കുന്ന സാധനം എന്താന്ന് നോക്കണത്. ഫ്രണ്ട് വിരിയണ സാധനം നോക്കിയിട്ടുള്ള കാര്യം രണ്ടാമത് മൂന്നാമത് വീശു. അതേടാ ഈ സാധനം ഞാൻ കൈ അത് നമ്മള് വിടരുത് ഒരിക്കലും. അല്ല, അതല്ല ആഗ്രഹം വിടാവുള്ളൂ. അത് നമുക്ക് മനസ്സിലാവും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നിരന്ന് വരുമ്പോ വിട്ടുകൊടുക്കും. നമ്മൾ ഈ സാധനം ആദ്യം മനസ്സിലായി. നമുക്ക് തുടങ്ങാം. സെന്റർ ഫ്രണ്ട് കൈ പിടിക്കാൻ നമ്മൾ ഈ എടുത്തെറിയണ സാധനമാണ് ആദ്യം എറിയണത്. അല്ല, ആ പണ്ടാരം ഇവിടെ വീണ്ടത്. തൂങ്ങിക്കിടക്കുന്ന സാധനമാണ് ആദ്യം പോണത്. തൂങ്ങിക്കിടന്ന ലാസ്റ്റ് നേരെ ഞാൻ ഇന്നലെ ഒരു ഇന്ത്യ ബാക്കി പകുതി അവിടെ കിടക്കും. അതവരെ കരക്ക് വീശി നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീശ് നമ്മുടെ ലാസ്റ്റ് വീശാണത്. അത് അരച്ചു. നമ്മൾ വീശാനായിട്ട് പോകുമ്പോൾ മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് മീൻ കിട്ടിയാലേ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. ഒന്നും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. നമ്മൾ ആദ്യം ചൂണ്ടയിടാൻ പോയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. കാര്യം ഇവിടെ അങ്ങനെ ഒരുപാട് പേര് മിഷൻ ചൂണ്ട എറിയാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് വരുന്നതുകൊണ്ട് മീൻ അങ്ങനെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. മീൻ അടിക്കുന്നില്ല. സാധാരണ നമ്മുടെ എന്തെങ്കിലും ജീവനുള്ള മീനിനെ കോർത്തെറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മീൻ കിട്ടുള്ളൂ എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഏതായാലും വീശാൻ വന്നത് നമ്മളെ തേങ്ങാപ്പിണ്ണാക്കുണ്ടല്ലോ, തേങ്ങയാട്ടത് തേങ്ങാപ്പിണ്ണാക്ക് എറിഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് വീശുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പിണ്ണാക്കിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ ചെമ്മീൻ പറന്ന് വരുമെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കൊരു വലക്കൊരു 7-8 ചെമ്മീനൊക്കെ വെച്ച് കിട്ടി. ചെറുതും വലുതും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. തീരെ ചെറിയതായിട്ടുള്ള നമ്മൾ തിരിച്ച് റിലീസ് ചെയ്തു കേട്ടോ. പിന്നെ ചെറിയൊരു കണ്ണിമീൻ നമുക്ക് കിട്ടി. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മീൻ കിട്ടി. ആദ്യം കിട്ടിയ കുറച്ച് മീൻ നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ടാണ് നമ്മൾ വീണ്ടും വീശാനായിട്ട് നിന്നത് കേട്ടോ. അപ്പോൾ നല്ല രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് ബോറടിക്കാതെ തന്നെ നിന്ന് വീശാനും കാര്യങ്ങളൊക്കെ പറ്റി. അപ്പോൾ നല്ല അടിപൊളിയൊരു രസകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഏതാണ്ട് വൈൻഡപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ ചെമ്മീൻ ഏതായാലും കൊണ്ടുവന്നിട്ട് അത് ക്ലീനാക്കി ഇന്ന് തന്നെ നമ്മൾ കറി വെച്ച് കഴിച്ചിട്ടേയാണ് നമ്മൾ കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.